യൂട്യൂബ് ചാനൽ ഞാൻ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതാണ്. ആദ്യമൊക്കെ ഞാൻ ചാനലിൽ വീഡിയോ ഇട്ടത് വെച്ചാൽ പിന്നെ മോളുടെ കുറേ വീഡിയോസൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ ചെറിയ ചെറിയ പ്രായം മുതലേ ഉള്ള വീഡിയോസ്, പിന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഫോട്ടോ വീഡിയോസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ യൂട്യൂബ് യൂസ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പോഴും മോളുടെ കുറേ പഴയ വീഡിയോസൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമുക്കിനി ഒരുപാട് വർഷം കഴിഞ്ഞാലും അത് കാണാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ എനിക്കിപ്പോൾ മറ്റുള്ളവരുടെ വ്ളോഗ്സ്, മെയിനായിട്ട് ഈ പിന്നെ ഡെയിലി വ്ളോഗ്സിലെ വീട്ടമ്മമാരുടെ വ്ളോഗ്സ്, അവരെ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ, രാവിലെ എണീറ്റത് മുതൽ അവർ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ, എങ്ങനെയാണ് അവർ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്, എന്തൊക്കെ ജോലികൾ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയാണ് അവർ വീട് ക്ലീൻ ചെയ്ത് വെക്കുന്നത്, ജോലികളൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്ത് പോകുന്നത്, അതൊക്കെ എനിക്ക് ഞാൻ സ്ഥിരം അങ്ങനെയുള്ള വ്ളോഗ്സ് കാണാറുണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ കാണാറുണ്ട്. അപ്പോൾ എനിക്കിപ്പം തോന്നി ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെയൊരു ആഗ്രഹം. അപ്പം അങ്ങനെ ഞാൻ എടുത്തൊരു വീഡിയോ ആണത്. പിന്നെ വലിയ ഇതൊന്നും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ സാധാ പിന്നെ ക്യാമറ ഉപയോഗിച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ ഫോണിൻ്റെ സാധാ ഒരു ഫോണാണ് കേട്ടോ. അപ്പം ഒരുപാട് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാനിനി പിന്നെ കൂടുതൽ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ എൻ്റെ പേര് സെറ എന്നാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സഫീറ എന്നാണ് പേര്. അപ്പം സെറ എന്നുള്ളത് ഞാൻ ഷോർട്ടായിട്ടൊരു രസത്തിന് വേണ്ടി കൊടുത്തതാണ്. മലയാളത്തിലെ മാത്രമല്ല, തമിഴിലും ഇങ്ങനെ കുറേ വർക്കിംഗ് വുമൻസിൻ്റെയും പിന്നെ ഒക്കെ വ്ളോഗ്സ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ ഒരുപാട് കാലങ്ങളായിട്ട് കാണാറുണ്ട്. സ്ഥിരമായിട്ട് അങ്ങനെ കുറച്ച് യൂട്യൂബ് ചാനൽസ് കാണലുണ്ട്. അപ്പോൾ എനിക്കും ഇങ്ങനെ നമ്മൾ ഡെയിലി വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ, ചോറ് വെക്കുക, കറി വെക്കുക, അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുക, പിന്നെ അങ്ങനെയുള്ളത്, പിന്നെ ക്ലീനിങ് റൂട്ടീൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാനും യൂട്യൂബിൽ കുറച്ച് സമയം വീഡിയോ ഒക്കെ എടുത്തിടുക എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ എടുത്തത്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഞാൻ ജോലി ഉള്ള ഒരാളാണ്. ഇതിൽ ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് എൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, റൂട്ടീൻ, അത് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ എന്താണ് ജോലി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളിലും കൂടി പറയാനുണ്ട്. ആർക്കെങ്കിലുമൊക്കെ മോട്ടിവേറ്റ് ആവുന്നുണ്ടെങ്കിൽ, ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. ഞാനിപ്പോൾ രാത്രിത്തേക്കുള്ള ഫുഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ചിക്കൻ റോസ്റ്റും പിന്നെ ഗീ റൈസ് അതുമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ വീഡിയോ ആണിത്. എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസോ അങ്ങനെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഞാൻ എൻ്റെ ജോലിയും അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ഒരു ഇലക്ട്രോണിക് ഷോപ്പിൽ സാധാരണ ഒരു 5000 രൂപ മാസ ശമ്പളത്തിന് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം 2013 ആ കാലഘട്ടത്തിലാണ് കേട്ടോ. 2013 മുതൽ 2015 വരെ ഞാൻ ആ ഷോപ്പിൽ 3 വർഷത്തോളം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം 4500 രൂപയായിരുന്നു എൻ്റെ ആദ്യം സാലറി. പിന്നെ 3 വർഷമൊക്കെ ആവാറായപ്പോഴാണ് പിന്നെ ഒരു 500 രൂപ കൂട്ടി അവർ 5000 രൂപയാക്കി തന്നത്. പിന്നെ രാവിലെ 9 മണിക്ക് കയറിയാൽ വൈകിട്ട് ഒരു 6:30 വരെയായിരുന്നു ടൈം. പിന്നെ അപ്പം ജോലി എന്ന് വെച്ചാൽ അവിടെയുള്ള പൊടി തുടക്കണം, എല്ലാം രാവിലെ പോയിക്കഴിഞ്ഞാൽ അവിടെയുള്ള സാധനങ്ങളും ഒക്കെ ക്ലീൻ ചെയ്ത്, പിന്നെ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഉണ്ടാവില്ലേ, ഗ്ലാസ്, പ്ലേറ്റ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം ക്രോക്കറി സെക്ഷനിലായിരുന്നു ഞാനപ്പം അവിടെയുള്ള ആ പാത്രങ്ങളൊക്കെ എടുത്ത് പൊടി തട്ടുക, തുടക്കുക. പിന്നെ അതിന് ശേഷം കസ്റ്റമർ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു 10 മണിയാകുമ്പോഴൊക്കെയാണ് കസ്റ്റമേഴ്സ് വരിക. അപ്പം അന്നേരം പിന്നെ അവരെ ഡീൽ ചെയ്യണം, സാധനം സെയിൽ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഇതായിരുന്നു. പിന്നെ അതിൽ നമ്മൾ സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റ്സിന് ചിലപ്പോൾ മിക്സി, ഗ്രൈൻഡർ, ഗ്യാസ് സ്റ്റൗ, അങ്ങനെയുള്ള പ്രോഡക്ട്സിന് നമുക്ക് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞിട്ട് അന്നേരം ഒരു കമ്മീഷൻ പോലെ കിട്ടുമായിരുന്നു. പിന്നെ അതായിരുന്നു എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഏണിങ്സ് പിന്നെ വരുന്നത്. പിന്നെ ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെ തന്നെ ക്യാഷ്യറായിട്ട് ഒരു ആൾ വരുമായിരുന്നു. അപ്പം ക്യാഷ്യറായിട്ട് വന്നതെന്ന് വെച്ചാൽ പുള്ളി ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന സമയത്ത് 3 മാസത്തെങ്ങാണ്ട് നാട്ടിൽ ലീവിന് വന്ന സമയത്ത് ഒരു സീസൺ ടൈമായിരുന്നു, നല്ല സെയിലുള്ള ഓണം, വിഷു, അങ്ങനെ ഏതോ ടൈമിൽ പുള്ളി അവിടെ തൽക്കാലം 3 മാസത്തേക്ക് സ്റ്റാഫായിട്ട് കയറിയതാണ്. അപ്പം അങ്ങനെ പുള്ളീനെ ഞാൻ ആ ഷോപ്പിൽ വെച്ച് പരിചയപ്പെടുമായിരുന്നു. അപ്പം പരിചയപ്പെട്ട സമയത്ത് പുള്ളി പിന്നെ എൻ്റെ ഇതൊക്കെ ക്വാളിഫിക്കേഷനും ഒക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് 10th ഹയസ്റ്റ് മാർക്ക് ഉണ്ടായിരുന്നു. പുള്ളി അപ്പം എന്നോട് പറയും PSC ട്രൈ ചെയ്യണം, പിന്നെ നല്ല ജോലിയൊക്കെ നോക്കണം, നല്ലുള്ള രീതിയിൽ എപ്പോഴും പറയുമായിരുന്നു. അപ്പോഴും എനിക്ക് PSCനെ കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് പുള്ളി പറഞ്ഞത്, പുള്ളി പോലീസിൽ അഡ്വൈസായിട്ട് പിന്നെ നാട്ടിലേക്ക് വന്നതാണ് ജോലിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്.
അന്നേരം എന്താ അവർ ചെറിയൊരു ഇഷ്യൂ കാരണം മെഡിക്കൽ എങ്ങാണ്ട് വൈകിയതുകൊണ്ട് കുറച്ച് ഡിലേ വന്നു. അപ്പം ആ സമയത്താണ് പുള്ളി ഈ ഷോപ്പിൽ തൽക്കാലം ക്യാഷ്യറായിട്ട് കയറുന്നത്. അപ്പോൾ പുള്ളി ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരാളായിരുന്നു. അന്നേരം പുള്ളി എന്നോട് പറഞ്ഞു, നീ നല്ലോണം പഠിക്കാൻ കഴിവുള്ള കുട്ടിയല്ലേ, PSC നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ PSC ഒക്കെ രജിസ്റ്റർ ചെയ്തു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛൻ, പുള്ളി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്, എസ് നാരായണൻ മാഷ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പം മാഷ് എന്ത് ചെയ്തു, എന്നെ കണ്ട സമയത്ത് ഒരു ദിവസം പറഞ്ഞു, സഫീറ ഏട്ടാ നീ നല്ലോണം പഠിക്കുന്ന കുട്ടിയല്ലേ, നീ ഇങ്ങനെ ഈ ഷോപ്പിൽ നിന്നിട്ട് ഭാവി കളയരുത് എന്നൊക്കെ പറഞ്ഞ് എന്നോട് കുറേ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, നീ നിൻ്റെ 10th മാർക്ക് ലിസ്റ്റ് ഒന്ന് എനിക്ക് കൊണ്ടുതരണം എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പിറ്റേ ദിവസം തന്നെ മാഷെ കാണാൻ പോയി 10th മാർക്ക് ലിസ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ ഇങ്ങനെ ഇന്ത്യ പോസ്റ്റിൽ ഗ്രാമീൺ ഡാക് സേവക് അഥവാ GDS എന്ന് പറഞ്ഞൊരു പോസ്റ്റുണ്ട്, വിളിച്ചിട്ട് പിന്നെ ഗ്രാമീൺ ഡാക് സേവക് ആൻഡ് മെയിൽ ഡെലിവറർ എന്ന് പറഞ്ഞൊരു പോസ്റ്റായിരുന്നു കേട്ടോ, അത് വിളിച്ചിട്ടുണ്ട്, നീ അതിന് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ മാഷോട് പറഞ്ഞാൽ മാഷേ ചെയ്യാം എന്നെല്ലാം പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു, എന്നാലും നീ നാളെ എൻ്റെ ഓഫീസിൽ വാന്ന് പറഞ്ഞു. അപ്പം ഞാനങ്ങനെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഞാൻ ജോലി ചെയ്യുന്ന ഷോപ്പിലേക്ക് പോയി. അപ്പം നോർമലായിട്ട് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെയുള്ള ഈ ക്യാഷ്യർ എന്ന് പറഞ്ഞില്ലേ, ആ പുള്ളിയായിട്ടപ്പം ഞാൻ നല്ല കമ്പനിയായിരുന്നു. കമ്പനി മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിക്ക് എന്നോടും എനിക്ക് പുള്ളിയോട് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അന്നേരം ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഇങ്ങനെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അച്ഛനുണ്ട്, പോസ്റ്റ് മാസ്റ്ററാണ്, പുള്ളി എന്നോട് ഇങ്ങനെ പറഞ്ഞ് നല്ല മാർക്കുണ്ട്, അപ്പം നീ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞാൽ നീ ഇപ്പം തന്നെ പോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എനിക്ക് പോകാനൊന്നും പറ്റില്ല, വർക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞില്ല, നീ പെർമിഷനൊക്കെ വാങ്ങിച്ചിട്ട് പോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ മാഷ് അവിടെ പോയി, ഓഫീസിലേക്ക് പോയി മാഷെ കണ്ട്. മാഷ് എനിക്ക് ഫോമൊക്കെ തന്നു, എന്നിട്ട് അത് ഫില്ല് ചെയ്ത് തിരിച്ച് കൊണ്ടുതരാൻ പറഞ്ഞ് മാർക്ക് ലിസ്റ്റൊക്കെ അറ്റാച്ച് ചെയ്തിട്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ അതുപോലെ തന്നെ അവിടെ പോയി വാങ്ങി പിറ്റേ ദിവസം ഇതൊക്കെ ഫില്ല് ചെയ്ത് എല്ലാം അറ്റാച്ച് ചെയ്ത് പിന്നെ ഞാൻ ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്തു. പിന്നെ ഇതിനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ അന്നേരം സൈക്കിൾ ടെസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സൈക്കിൾ ടെസ്റ്റും കൂടി പാസ്സായാലേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിനു വേണ്ടി മാത്രമായിട്ട് സൈക്കിളൊക്കെ, ഒരു ചെറിയ കുട്ടിയുടെ സൈക്കിളൊക്കെ വാങ്ങിയിട്ട് സൈക്കിൾ പഠിച്ച് കുറച്ചൊരു ഓക്കെ ആയ സമയത്താണ് പിന്നെ ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത്. എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് സെലക്ഷൻ കിട്ടി. 100-200 ആളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മുകളിൽ മാർക്കുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പിന്നെ വേറൊരു സ്ഥലം ഓപ്റ്റ് ചെയ്തുകൊണ്ട് എനിക്ക് ഈ പോസ്റ്റിലേക്ക്, ഞാൻ അപ്ലൈ ചെയ്ത പോസ്റ്റിലേക്ക് എനിക്ക് തന്നെ കിട്ടി. അപ്പോൾ പിന്നെ സൈക്കിൾ ടെസ്റ്റ് ആണെങ്കിലും ഞാൻ പാസ്സായി. അങ്ങനെ എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടിയതിന് ശേഷം എൻ്റെ ലൈഫ് ഭയങ്കര ചേഞ്ചായി കേട്ടോ. ചേഞ്ചായി എന്ന് വെച്ചാൽ ആദ്യം ഞാൻ അവിടെ കയറുന്ന സമയത്ത് എനിക്ക് 8000 രൂപയോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു ബേസിക്ക്. പക്ഷേ 8000 എന്ന് പറഞ്ഞാലും 10-12,000 രൂപയോളം കയ്യിൽ കിട്ടും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പം 8-10 വർഷത്തോളമായി. ഇപ്പം പ്രൊമോഷനായതിന് ശേഷമുള്ള എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നുമല്ല, കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളും ശമ്പള പരിഷ്കരണവും പിന്നെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാം ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് അവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ക്യാഷ്യറാണ്, പുള്ളി ഞാനായിട്ട് ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെ. ഞങ്ങൾ പിന്നെ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പുള്ളി പോലീസിൽ ജോയിൻ ചെയ്യുന്നതിൻ്റെ 1 മാസം മുന്നേ ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 3-4 വർഷം കൂടി സ്നേഹിച്ചിട്ട് അങ്ങനെ കല്യാണം കഴിച്ചു. ഞാൻ മുസ്ലിം കാറ്റഗറിയിൽ വരുന്നതാണ്, പുള്ളി ഹിന്ദു കാറ്റഗറിയിൽ വരുന്നതാണ്. ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വന്നു. ഇപ്പം ഞങ്ങളെ ലൈഫ് എന്ന് വെച്ചാൽ ഒരുപാട് നല്ല അതിലാണ് ഇപ്പോൾ ഉള്ളത്. വലിയ പ്രശ്നം, ഞങ്ങൾ 2 ആളും ജോലി ചെയ്യുന്നുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു മോളുണ്ട്, 4 വയസ്സാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ ഇനിയും വീഡിയോസൊക്കെ ഇടാം കേട്ടോ, വ്ളോഗ്സൊക്കെ ചെയ്യാം. ஒரே பார்வையால உலகமே சுழலுதே, உன்னை பார்த்ததால தங்கம் உருகுதே, அங்கம் காரையுதே, வெக்க உணருதே, முத்தம் தோடருதே, சொக்கி தானே போகிறேனே நானும் கொஞ்ச நாளா, கும்புலியில் நனைந்து சந்திக்கிற பொழுது அன்பு கதை பேசி பேசி விடையது இரவு. 7 கடல் தாண்டித்தா 7 மலை தாண்டித்தா என் கருத்த மச்சங்கிட்ட ஓடி வரும் மனசு. நாம சேர்ந்து வாழும் காட்சி கூட்டி பார்க்கிற காட்சியா ஒரு சமாவார கூட்டி போகிறேன்.
சாமி பார்த்து கும்பிடும் போதும் நீதானே நெஞ்சில் இருக்க. உருகுதே மறையுதே ஒரே பார்வையால உலகமே சுழலிதே ஒன்ன பார்த்ததால. ஊரு விட்டு எங்கேயோ வேறறிந்து நிற்கிறேன், கூடு தந்த கிளி பெண்ணே ஒன்னாலதா வாழ்கிறேன். கூறப்பட்டு சிலதா வாங்கி சொல்ல கேட்கிறேன், கூடு விட்டு கூடு பாய காதலால சுத்துறேன். கடவுள் கிட்ட கருவற கேட்டேன், ஒன்ன சுமக்கவா உலகம் முழுது உனக்கேதான எழுதி கொடுக்கவா. மையிட்ட கண்ணே ஒன்ன மறந்தால் இறந்து പോവേൻ. ചുമ്മാ പാടിയതാണ് കേട്ടോ. ഞാനിങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്യുമ്പം ചുമ്മാ പാട്ടൊക്കെ പാടി അങ്ങനെ ഫ്രീ ആയിട്ടാണ് ചെയ്യാറ്. ചിലപ്പോൾ പാട്ട് വെക്കുകയും ചെയ്യും, എന്നിട്ട് അതും കേട്ട് അങ്ങനെയാണ് അധികം കുക്ക് ചെയ്യാറ്. ഞാൻ മാത്രമല്ല, മിക്ക ആളുകളും അങ്ങനെ തന്നെയായിരിക്കും, ലേഡീസും ഒക്കെ. പിന്നെ പാട്ട് ഇഷ്ടമായാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായില്ലെങ്കിൽ ഇഷ്ടമായില്ല എന്ന് ഓപ്പണായിട്ട് പറയാം. വീഡിയോ കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.